വീടുകളിൽ നിന്ന് മാറി താമസിക്കുക. അവർക്ക് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് വലിയ പ്രയാസകരമായ സാഹചര്യം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ രാവിലെ ഈ വഴി വരുമ്പോഴേ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടേക്ക് പോയി, ഈ ആളുകൾ കുടുങ്ങിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ വീണ്ടും വെള്ളം കയറുക. അതെന്താ അങ്ങനെ വെള്ളം? അതാണ് ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സ്വഭാവമാണിപ്പോൾ. അപ്പൊ റാന്നിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആറന്മുളയിലൂടെയാണ് അത് കയറി ഇറങ്ങി പോകുന്നത്. പമ്പയാറിലൂടെയാണ് വരുന്നത്, കയറി ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വരും. 2 മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ ഘട്ടം തുറന്നിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരടിയും കൂടെ വെള്ളം ഇനി ഉയരാനാണ് സാധ്യത. ഒരടിയും കൂടെ വെള്ളം ഉയരും. കാരണം അങ്ങനെയാണ് അതിന്റെ റാന്നിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളം ആറന്മുള വഴിയാണ് പിന്നീട് ചെങ്ങന്നൂർ പോയി തിരുവല്ലായി പോയി അപ്പർ കുട്ടനാട്ടിലേക്ക് പോകുന്നത്. ആ റൂട്ടിലാണ്. അപ്പോൾ ഒരടി വെള്ളവും കൂടെ ഉയരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. പക്ഷേ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വീടുകളിലേക്ക് പെട്ടെന്ന് മടങ്ങുമ്പോൾ പല വീടുകളിലും ചളി കയറിയും അതുപോലെ തന്നെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഓരോ നിമിഷം കൂടുമ്പോഴേ അത് വലിയ പ്രതിസന്ധിയല്ല മിനിസ്റ്റർ ഉണ്ടാക്കുന്നത്. അത് ഇവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് അഭിമുഖി പറഞ്ഞല്ലോ. ഇന്നലെ വിഷ്ണുനാഥ് എന്റെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇവിടുത്തെ സാഹചര്യം മുകളിൽ നിന്ന് വെള്ളം വരുന്നത് മുഴുവൻ താഴോട്ട് വരും, താഴെ നിന്ന് പിന്നീട് അതിന് ആറന്മുളയ്ക്ക് പോകും. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വെള്ളം കൂടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര നമ്മൾ മഴ ഒഴിഞ്ഞേക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി പറഞ്ഞതുപോലെ കൂടുതൽ ബോട്ടുകളോ മറ്റോ എത്തിച്ച് ഇവിടെ കുറെ ആളുകൾ സ്റ്റാൻഡായി കിടപ്പുണ്ട്. അവരൊക്കെ ഒരു അധിക സൗകര്യം ക്രമീകരിക്കേണ്ടതുണ്ട് ഈ പഞ്ചായത്തുകൾക്ക്. അപ്പോൾ കൂടുതൽ ബോട്ടുകൾ കുറച്ച് പേര് അവർക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും ഡെങ്കി ബോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനോട് ജനങ്ങൾ സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയ അലർട്ടുകൾ പ്രകാരം എങ്ങനെയാണ് സ്ഥിതി മാറും? അല്ല, ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന് യെല്ലോ അലർട്ടാണ് കേരളത്തിൽ പൊതുവായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണെന്നില്ല. പക്ഷേ ഈ ഫ്ലാഷ് ഫ്ലഡ് പോലെയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഇല്ല എങ്കിൽ സാധാരണ സ്ഥിതിയിലാണ്. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്. പൊതുവെ കേരളത്തിൽ എല്ലായിടത്തും നല്ല കാലാവസ്ഥയാണ്. ആളുകൾ മാറാൻ തയ്യാറാത്ത ഒരു പ്രതിസന്ധിയാണ്. പലരും വീടുകളിലൊക്കെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ മന്ത്രിമാരെ അഭ്യർത്ഥിച്ചിട്ട് പോലും പലരും അവിടെ വീടിന്റെ മുകൾ നിലയിൽ സേഫ് ആണെന്ന് പറഞ്ഞത് അതൊരു വലിയ പ്രതിസന്ധിയല്ലേ മിനിസ്റ്റർ? ഏറ്റവും പ്രതിസന്ധിയാണ്. പറയുമ്പോൾ നമ്മൾ ലാഘവത്തോടു കൂടി ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പല സ്ഥലത്തും വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല എങ്കിൽ ഉണ്ടാകുന്ന കാഷ്വാലിറ്റി വളരെ വലുതാവും. തിരുവല്ല മേഖലയിൽ ഉൾപ്പെടെ വെള്ളം കയറി വരുന്ന സാഹചര്യമുണ്ട്. തിരുവല്ല മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. മുകളിൽ പെയ്യുന്ന മഴയ്ക്ക് അനുസരിച്ച് വെള്ളം താഴോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. വെള്ളം പൊക്കി അന്ന് രാത്രിയില് 2018 ഇഷ്ടം പോലെ ആൾക്കാരെ രക്ഷപ്പെടുത്തി. ഇപ്പൊ ആണെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ ഫുഡ് കൊണ്ടു കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മിനിഞ്ഞാന്നുണ്ടല്ലോ 2:30 2:30 ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. 2:30 അതിന്റെ അപ്പുറത്തെ വണ്ടി ഒന്നും പോകത്തില്ല. 2:30 ആയപ്പോ ഒരാൾ മരിച്ചു. പ്രായം അങ്ങേയറ്റം ചെന്ന് പള്ളിയോടത്തിന്റെ അവരൊക്കെയാണ്. കിട്ടിയിട്ടുള്ള ആളാണ്. 19 പേര് 2009-19 വരെ. 2013 കോഴഞ്ചേരി പള്ളിയോടം ഇരുകര മുട്ടി ഒഴുകി വന്നപ്പം ഞാൻ പിടിച്ച് അടുപ്പിച്ചു വെള്ളം. സാറേ ഇതേ ഈ പിന്നെ ഈ ബോഡി ഉണ്ടല്ലോ, ബോഡി നമുക്ക് കൊണ്ടുവരാനൊക്കത്തില്ലായിരുന്നു. പിന്നെ ആംബുലൻസ് അവിടെ ചെല്ലത്തില്ല. 2 മണി രാത്രി മരിച്ചായിരുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം ആംബുലൻസും എല്ലാം മോർച്ചറി വെച്ച് എന്നിട്ട് ഇവിടെ വന്നു. പിന്നെ ആംബുലൻസ് ഇവിടെ വിളിച്ചു വരുത്തി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതെല്ലാം സ്കെച്ചർ എടുക്കണം. സ്കെച്ചർ എടുത്ത് ആ സ്കെച്ചർ ഈ വള്ളത്തെ വെക്കണം. വന്ന് 5-6 പിള്ളേരെയും വിളിച്ചോണ്ട് പോയി അവിടുന്ന് സ്കെച്ചറെ വെച്ച് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ആംബുലൻസ് കയറ്റി വിട്ടു. എല്ലാ സ്ഥലത്തും കൂടുതൽ ശ്രദ്ധ സ്ഥലം വേറെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ആളുകളോട് വരാൻ അച്ഛൻ പറയണം. സാറേ
മിനിസ്റ്റർ, ഈ പുഴകളിലും മറ്റും മണൽ നീക്കം ചെയ്യാത്തത് ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിന്റെ ആക്കം കൂട്ടുന്നു എന്നൊരു ആക്ഷേപം പൊതുവിലുണ്ട്. അത് ആ മണലൊക്കെ വാരാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2-3 ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ റിവർ ബെഡ് അത് മണലെടുക്കാത്തതുകൊണ്ട് മുകളിലോട്ട് വരുന്നു. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പുഴകൾക്ക് കുറഞ്ഞു വരികയാണ്. ആ ഒരു സാഹചര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും ഞങ്ങൾ ഈ ഒരു ഫ്ലഡ് വന്നപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം ഇതാണ്, മണൽ വാരാതിരിക്കുന്നത് 2 രീതിയിൽ ദോഷമായി വരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, ഈ ഫ്ലഡ് ചെറിയ മഴയ്ക്ക് പോലും വലിയ രീതിയിലുള്ള ഫ്ലഡ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം, വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എംസാൻഡിന്റെ പേരിൽ നിന്ന് കണ്ടമാനം പാറ ഖനനം. അപ്പോൾ യഥാർത്ഥത്തിൽ മണലെടുത്തു കഴിഞ്ഞാൽ ഈ 2 ഗുണങ്ങൾ പാറ ഖനനം ചെയ്യുന്നതിൽ കുറയ്ക്കും. മണൽ എടുക്കാനുള്ള ഒരു അനുമതി ഉടൻ സർക്കാർ പരിശോധിക്കുമോ നൽകുന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് പരിശോധിക്കും. ഞങ്ങൾ ചർച്ച ചെയ്യും. മണല് എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും പുഴയില് മണല് എടുക്കാത്തതിന്റെ പേരിലുള്ള പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വിളിച്ചു പറയുന്നത് പുഴയുടെ ആഴം കുറയുന്നു, റിവർ ബെഡ് മുകളിലോട്ട് കയറി വരുന്നു, വളരെ ചെറിയ മഴയ്ക്ക് പോലും ഫ്ലഡ് വരുന്നു, അതുകൊണ്ട് മണലെടുക്കണം എന്നുള്ള ആവശ്യം എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ അവരും പോസിറ്റീവായി പറയുന്നൊരു കാര്യം, പുഴ നമ്മൾ ക്ലീൻ ആക്കാൻ കഴിയും, അതോടൊപ്പം പാറ ഖനനവും ഒഴിവാക്കാൻ കഴിയും. അടുത്ത വർഷമാകുമ്പോഴത്തെ പ്രശ്നം എന്ന് അറിയോ, ഇത് 18-ന്റെയും 20-ന്റെയും ഉണ്ട്. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഈ കൊല്ലം വന്നതും കൂടെ അഡീഷണൽ ആയിട്ട് ചേരുകയാണ്. പിന്നെ ഇത്രയും പോലും മഴ പെയ്യണ്ട. ഈ പ്രളയത്തിന് 3 ദിവസം മുമ്പ് ഈ പള്ളിയോടം വന്ന് മണ്ണിൽ പൂത്തുപോയതാ. അപ്പൊ അത്ര പെട്ടെന്നാണ് ഈ പ്രളയം ഉണ്ടായത്. അപ്പൊ അത്രയും മണ്ണ് മുകളിലാണ്, ബെഡ് മുകളിലാണ്. പണ്ട് കാലങ്ങളിൽ ഒരാഴ്ച എടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് വരുന്നത്. കേൾക്കുന്ന പരാതിയാണ് ഈ മണല് എടുക്കാത്തതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, റിവർ ബെഡ് മുകളിലോട്ട് വരുന്നു, വെള്ളം കപ്പാസിറ്റി കുറയുന്നു, ഒരു ചെറിയ മഴയ്ക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യം അതെല്ലായിടത്തും വരുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് അതൊന്ന് പരിശോധിക്കും. ആ അതൊരു പ്രധാന ഘടകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കും. ചെളിയുണ്ട്, തടിയുണ്ട്, ഡാമിൽ ഇഷ്യൂ ഉണ്ട്. ഡാമിൽ പെട്ടെന്ന് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇതാണ്. ഗവൺമെന്റ് വളരെ ഗൗരവമായി തന്നെ ഈ കാര്യം പരിശോധിക്കും.